36ാമത് തൃശ്ശൂർ ജില്ലാ കലോത്സവം നടക്കുമ്പോൾ എല്ലാ വേദികളിലും നമ്മൾ ചെല്ലുമ്പോൾ ഇതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് ചെയ്യാനായിട്ടുള്ള കുറേ സംവിധാനം കാണാനായിട്ട് സാധിക്കും. അതായത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഇടാനുള്ള ഒരു ബോട്ടിലുണ്ട്, അതുപോലെ തന്നെ പേപ്പർ മാലിന്യം ഇടാനും പ്ലാസ്റ്റിക് കവർ പേന അങ്ങനെ കൃത്യമായിട്ട് ലേബൽ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഏത് വേസ്റ്റ് എവിടെയൊക്കെ ഇടണമെന്ന്. അതുപോലെ തന്നെ ഒരു ബോട്ടിൽ ബൂത്ത് ഉണ്ട്. ഇതുപോലെ എല്ലാ കലോത്സവ വേദികളിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ കൃത്യമായിട്ട് തന്നെ നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ അത് അത്രയും മനോഹരമായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് വേണം, എക്സിക്യൂഷൻ വേണം. അങ്ങനെ കൃത്യമായിട്ട് ഈ ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാനായിട്ട് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതാ കുറേ വോളണ്ടിയേഴ്സ് ഉണ്ട്, അതിന് പിന്നിൽ അവരെ സഹായിക്കുന്ന വലിയൊരു ടീം തന്നെ ഉണ്ട്. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ശുചിത്വ മിഷൻ, അതുപോലെ ടീച്ചേഴ്സ് അസോസിയേഷൻ, ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്രീൻ പ്രോട്ടോകോൾ കൺവീനർ ആയിട്ടുള്ള ഹരീഷ് മാഷോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. എങ്ങനെയുണ്ട് കലോത്സവത്തിലെ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്ന ആ ഒരു സംവിധാനം? വളരെ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ഈ വട്ടം ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങൾ തന്നെയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ വേദികളിലും ഇതുപോലുള്ള ബോട്ടിൽ ബൂത്തുകളും ബിന്നുകളും ഒക്കെ നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കും. വിവിധ സ്കൂളിൽ നിന്നുള്ള നമ്മുടെ ഈ പരിസരത്തുള്ള ഡോൺ ബോസ്കോ ആയാലും സെൻറ്റ് മേരീസ് ആയാലും നമ്മുടെ മോഡൽ ബോയ്സ്, മോഡൽ ഗേൾസ്, നാഷണൽ സ്കൂളുകളിലെ 70ഓളം വളണ്ടിയേഴ്സാണ് നമുക്ക് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റിയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇവരെല്ലാവരും തന്നെ എല്ലാ വേദികളിലും പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഡ്യൂട്ടികളായിട്ട് അവർ അവിടെ പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ കുറയ്ക്കുന്നതിനായിട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ അവർ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുവിധം നമുക്ക് പ്ലാസ്റ്റിക്കുകൾ കൃത്യമായി തന്നെ ഡിസ്പോസ് ചെയ്യാനായിട്ടും പേപ്പറുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ടും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ 3 ദിവസവും കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. വലിയ രീതിയിലുള്ള പരാതികളൊന്നും തന്നെ നമുക്ക് ഉണ്ടായിട്ടില്ല. കുട്ടികൾ തന്നെ പ്ലാസ്റ്റിക്കുകളായാലും മറ്റും രാവിലെ തന്നെ വന്ന് അത് വൃത്തിയാക്കിയിട്ടാണ് അവർ പ്രോഗ്രാമുകൾ തന്നെ തുടങ്ങുന്നത്. അത് വളരെ ഒരു നല്ല രീതിയിലുള്ള ഒരു മാതൃകാപരമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് നഗരസഭയുടെയും ശുചിത്വ മിഷൻ്റെയും ഇരിഞ്ഞാലക്കുട നഗരസഭ ശുചിത്വ മിഷൻ്റെയും വലിയൊരു സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സാറുമാരിവിടെ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. സാറുമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അവർ പറയും. ഈ ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി എന്ന് പറയുന്നത് സാൻസ്ക്രിറ്റ് ടീച്ചേഴ്സിൻ്റെ അസോസിയേഷൻ ആണ് അല്ലേ ഇത്തവണ? അതെ, കേരള സംസ്കൃത അധ്യാപക ഫെഡറേഷനാണ് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. ഞങ്ങൾക്ക് 2ാമത്തെ പ്രാവശ്യമാണ്. കഴിഞ്ഞ വട്ടം കുന്നംകുളത്തും നമ്മൾ തന്നെയായിരുന്നു ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി. ഈ വട്ടം ഞങ്ങൾക്ക് തന്നെ അതിനുള്ള ഒരു അവസരം കിട്ടി. അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭ ക്ലീൻ സിറ്റി മാനേജറായിട്ടുള്ള ബേബി സാർ ഉണ്ട്. സാർ, എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവം? നന്നായിട്ട് പോകുന്നുണ്ടോ? നല്ല രീതിയിൽ പോകുന്നുണ്ട്. സീറോ വേസ്റ്റ് എന്നുള്ള രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. മാക്സിമം മാലിന്യം കുറയ്ക്കുക, ഉള്ള മാലിന്യം, അതായത് കിട്ടുന്ന മാലിന്യം പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റി പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്യാവുന്ന രീതിയിൽ നഗരസഭ പൂർണ്ണമായിട്ട് ഇതിന് സഹകരിക്കുന്നുണ്ട്. ഇവിടുത്തെ ജൈവ മാലിന്യം, അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യം, അതൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന രീതി പ്രധാനമായിട്ടും ഫുഡ് കൈകാര്യം ചെയ്യുന്ന സ്ഥലത്താണ്. അത് അപ്പോഴപ്പോൾ വേസ്റ്റ് അപ്പോഴപ്പോൾ എടുത്തു പോകാനുള്ള സംവിധാനം അവിടെ ആക്കിയിട്ടുണ്ട്. അപ്പോഴപ്പോൾ നമ്മുടെ പ്ലാന്റിലേക്ക് നീക്കം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു 2-3 വാഹനത്തോളം നിരന്തരം എല്ലാ വേദികളിലും റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് ആദ്യമേ തന്നെ നമ്മൾ ക്ലാസ്സുകൾ നൽകി. അതുകൂടാതെ പ്രത്യേകം തന്നെ ട്വിൻ ബിൻ ഉൾപ്പെടെ വേസ്റ്റ് മാലിന്യം ശേഖരിക്കാനുള്ള സംവിധാനം ആക്കിയിട്ടുണ്ട്. അങ്ങനെ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ക്ലീൻ ആയിട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട് അല്ലേ? ഇതുവരെയും നമ്മളങ്ങനെ പോയി ഇനി കഴിയുന്നവരെയും നമ്മളങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനിവിടുത്തെ PTA പ്രസിഡൻ്റാണ് സ്കൂളിൻ്റെ. കലോത്സവം നടക്കുമ്പോൾ നമ്മുടെ സ്കൂളാണ് ഒരു മെയിൻ വേദിയാണല്ലോ. അപ്പോൾ ഇവിടെയാണ് ഒരുപാട് ആളുകൾ എത്തുന്നുണ്ട്. കുറേ കമ്മിറ്റി ഓഫീസുകളൊക്കെ ഇവിടെ ഇന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? മുൻപ് പണ്ടത്തെ പോലെയല്ല. പണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഒരുപാട് ഉണ്ടാവാറുള്ളൂ, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാത്തൊക്കെയാണ്. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ ലെവലിലാണ് ഗവൺമെൻറ് സ്കൂൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലായിടത്തും സ്പെഷ്യലി 10,000-40,000 ആൾക്കാർ വന്നു പോകുന്ന ഒരു സ്ഥലത്ത് ചുറ്റുപാട് നോക്കിയാൽ എനിക്കൊരു വേസ്റ്റ് പോലും കാണില്ല. 2 തുമ്പൂർമൊഴി കമ്പോസ്റ്റിംഗ് യൂണിറ്റ് ഇവിടെ ഉണ്ട്. പ്ലസ് 2 പ്രാവശ്യമെങ്കിലും മുനിസിപ്പാലിറ്റിയുടെ ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നത്. ഇന്ന് രാവിലെ അവർ വന്നിരുന്നു, 2ാമത് വന്ന് ചോദിച്ചിരുന്നു വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. നമ്മുടെ കുട്ടികളെല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അതിനൊരു ടീം തന്നെ ഇവിടെ ഉണ്ട്. NSSൻ്റെ വിനുമാഷ്, പ്രിൻസിപ്പൾ എല്ലാവരും ഭയങ്കര ക്ലിയർ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചുറ്റുപാട് നോക്കി അറിയാം അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് അല്ലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. ഭക്തവത്സലൻ എന്നാണ് പേര്. അപ്പോൾ ഇത് ശരിക്കും ഒരു അംഗീകാരമാണല്ലേ? നമ്മുടെ കലോത്സവം നല്ല രീതിയിൽ പോകുന്നു എന്നുള്ള അഭിപ്രായം പലയിടങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. സാർ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ്. ഞാൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശാസ്ത്രീയപരമായിട്ട് മാലിന്യം സംസ്കരിക്കുന്ന ഒരു സംവിധാനം കുട്ടികളിലൂടെ
തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിലുണ്ട്. എല്ലാവിധ ശാസ്ത്രീയ സംവിധാനവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ജൈവമാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കണം, അതേപോലെ തന്നെ ബോട്ടിൽ ബൂത്തുകൾ വെച്ചിട്ട് ആ ബോട്ടിൽ ബൂത്തുകളിൽ മാത്രം ബോട്ടിലുകൾ ശേഖരിച്ചുകൊണ്ട് അത് വ്യക്തമായ രീതിയിൽ സംസ്കരണത്തിന് കൊടുക്കുന്ന രീതി അത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഈ കലോത്സവം പോലത്തെ ഒരു വേദി ശരിക്കും നല്ലൊരു ഒരു ഉചിതമായ സമയത്താണ് നമ്മളിത് ഒരുക്കിയിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും അതേപോലെ തന്നെ പൊതുജനങ്ങളും ഈ കുട്ടികൾ ചെയ്യുന്നത് ഇത് കണ്ടിട്ട് പൊതുജനങ്ങളും ഇത് ജീവിതത്തിലേക്ക് എടുത്തുകൊണ്ട് മുനിസിപ്പാലിറ്റിയെയും അതേപോലെ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ തത്വങ്ങളെയെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാലിന്യ സംസ്കരണം നല്ല രീതിയിൽ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. ഞാൻ ശുചിത്വ മിഷൻ്റെ യങ് പ്രൊഫഷണലാണ്. അപ്പോൾ ശുചിത്വ മിഷൻ ഇതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടും നമ്മുടെ ക്ലീൻ സിറ്റി ആയിട്ട് നമ്മളെപ്പോഴും അത് പറയുന്ന കാര്യമാണ്. അപ്പോൾ എത്രമാത്രം അത് നമ്മുടെ കലോത്സവ വേദികളിൽ നടപ്പാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്? പ്രധാനമായിട്ടും ഇപ്പോൾ ഇത്തവണത്തെ കലോത്സവത്തിൽ നമ്മൾ സീറോ വേസ്റ്റ് ഇവൻ്റ് എന്ന മേഖലയിലാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രീൻ പ്രോട്ടോക്കോൾ കർശനമായിട്ട് നമ്മൾ പാലിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഗ്രീൻ പ്രോട്ടോക്കോൾ എല്ലാ കലോത്സവ വേദികളിലായാലും ശരി മറ്റുള്ള ഇവൻറ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നഗരസഭയ്ക്ക് അതിന് വേണ്ട ബോട്ടിൽ ബൂത്തുകളും ടിൻ ബിന്നുകളും ശുചിത്വ മിഷനും സ്വച്ഛ് ഭാരത് മിഷനുണ്ട്. സ്വച്ഛ് ഭാരത് മിഷൻ നടത്തുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ സ്വച്ഛ് ഭാരത് മിഷൻ സ്വച്ഛ് സർവേക്ഷൺ എന്ന് പറഞ്ഞൊരു സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ സർവേയാണ് ആരോഗ്യ വിഭാഗത്തിൻ്റെ. അപ്പോൾ ആ സർവേയിൽ സീറോ വേസ്റ്റ് ഇവന് അത്ര തന്നെ പ്രാധാന്യമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കലോത്സവം ഒരു മാതൃകാ കലോത്സവമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. നമ്മുടെ എല്ലായിടത്തും നമ്മൾ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാലും അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാനും അതൊക്കെ നോക്കാനുമായിട്ട് ആൾക്കാർ വേണമല്ലോ. എന്നാൽ നമ്മുടെ ചേച്ചിമാരാണ് ഇവിടെ കൃത്യമായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ? നല്ല ക്ലീൻ ആയിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ആളുകളൊക്കെ? ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ ആളുകൾ? ഇല്ല ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് വലിയ രീതിയിൽ വേസ്റ്റ് വരുത്തുന്നുണ്ടോ? അതായത് നമ്മൾ ഇത്രയൊക്കെ സംവിധാനം ചെയ്താലും വരുന്ന ആളുകൾ നമ്മളോട് സഹകരിക്കണമല്ലോ. അപ്പോൾ അവരെങ്ങനെയാണ് പൊതുവേ നമ്മുടെ ഈ ഒരു കലോത്സവത്തിൽ കാണുന്ന ആളുകൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയുണ്ട്? അധികം വേസ്റ്റ് ഒന്നും ഇടുന്നില്ല. എല്ലാവരും അല്ലാതെ വിട്ട് വെച്ചാൽ പാത്രങ്ങളിൽ തന്നെ നിക്ഷേപിക്കുന്നുണ്ട്. അധികം വലിച്ചു വരിടുന്നില്ല. പിന്നെ റോഡിൽ കിടക്കുന്നതൊക്കെ ഞങ്ങൾ പറക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചേച്ചിമാരോടൊപ്പം തന്നെ നമുക്കറിയാം കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ കുട്ടികളുടെ ഒരു ആഘോഷമാണല്ലോ. 8500ഓളം കുട്ടികളാണ് കലോത്സവത്തിൽ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരോടും നമുക്ക് പറയാൻ സാധിക്കും, പക്ഷേ അത് എത്രമാത്രം ചെയ്യാൻ സാധിക്കുന്നു അല്ലെങ്കിൽ എത്രമാത്രം അവർ ചെയ്യുന്നു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ആക്റ്റീവായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ കുട്ടികളാണ് നമ്മുടെ കൂടെ കുറച്ച് പേര് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നിലും കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ NSS വോളണ്ടിയേഴ്സ് ആണോ നിങ്ങൾ? നിങ്ങൾ പല ഇരിങ്ങാലക്കുടയിലുള്ള പല സ്കൂളുകളിൽ നിന്നായിട്ട് വരുന്നവരായിരിക്കും അല്ലേ? അല്ല, ഇവിടെ തന്നെയുള്ളവരാണ് 3 പേര്. അതുകൂടാതെ തന്നെ പുറത്തുനിന്നുള്ളവരും വരുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കൂട്ടായ്മയായിട്ടാണ് പ്രവർത്തിക്കുന്നതാണ്. ഗ്രീൻ പ്രോട്ടോക്കോളിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്കിപ്പോൾ 100-ൽ 80% ആളുകളും ഈ ഗ്രീൻ പ്രോട്ടോക്കോൾ പാലിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാലും ബാക്കി 20% ഉണ്ട്. അതിന് നമ്മൾ NSS, NCC, ഗൈഡ്, സ്കൗട്ട്, അലർട്ട് ക്രൂസ് അങ്ങനെ എല്ലാ വിദ്യാർത്ഥികളും ഒരുമിച്ച് ആ 20% കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നല്ല മനോഹരമായി തന്നെ പോകുന്നുണ്ട്. ഇപ്പോഴും ഈ കലോത്സവ വേദികളിൽ മാത്രമല്ല, അല്ലാതെ സാധാരണ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ പോലും നമുക്ക് സ്കൂളിൽ മനോഹരമായി ക്ലീൻ ചെയ്യാൻ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഓരോ പ്രോഗ്രാമുകൾ മൂലം. അതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ കിട്ടുന്നുണ്ടാവുമല്ലോ, ഓരോ വേസ്റ്റ് എന്ത് ചെയ്യണം, എങ്ങനെയാണ് ഓരോ വേസ്റ്റിൻ്റെ മാനേജ്മെൻറ്റ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഗൈഡൻസ് മുൻപ് മുതലേ കിട്ടിയിരുന്നു? ഈ ഒരു കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടോ നിങ്ങൾ എന്ത് ചെയ്യണമെന്നൊക്കെ? അതെ മാം, എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ ഈ ഒരു സ്കൂളിൽ ഈ ഒരു ക്ലീനിങ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്കൂളും പരിസരവും ക്ലീൻ തന്നെയായിരിക്കും. പക്ഷേ ഈ ഒരു ഇങ്ങനെ ആളുകൾ എത്താണ്, അപ്പോൾ അവർ മിക്കവരും കേൾക്കണ്ടാവില്ല. അവർക്ക് പകരം ഞങ്ങൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് എപ്പോഴും സന്നദ്ധരായിരിക്കും. അപ്പോൾ നമ്മൾ പലപ്പോഴും വേസ്റ്റ് ഇങ്ങനെ വേസ്റ്റ് ബിന്നുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും പലരും പുറത്തൊക്കെ വേസ്റ്റ് ഇടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ടല്ലേ? അപ്പോൾ ഞങ്ങളത് പോയിട്ട് ഞങ്ങൾ പറിക്കുക എല്ലാം തരംതിരിച്ച് ഒരേ ബിന്നുകളിലായിട്ട് ഞങ്ങൾ ഇടാറുണ്ട്. എത്ര പേരുണ്ട് ഏകദേശം പലയിടങ്ങളിലായിട്ട് അറിയോ? ഞങ്ങളൊരു 20-22 പിള്ളേരൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് 20 പേര്. മൊത്തം 80 പേരൊക്കെ ആയിട്ട് ഓരോ സ്കൂളുകളിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇവിടെ കുറച്ച് പേരാണുള്ളത്. ഇതുപോലെ പല വേദികളിലായിട്ട് ഒരുപാട് കുട്ടികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടുത്തെ ഗവൺമെൻറ് മോഡൽ ബോയ്സിലെ പ്രിൻസിപ്പളാണ്. നമുക്ക് ഉപയോഗിച്ച വസ്തുക്കൾ
വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള ഒരു മാതൃകയാണ് ഇവർ തന്നിരിക്കുന്നത്. കാരണം ഈ വലിച്ചെറിഞ്ഞാൽ പിന്നെ അത് മാലിന്യമായി മാറും, വേസ്റ്റായി മാറും. അത് വേസ്റ്റായി മാറാതെ പുനരുപയോഗിക്കുന്ന രീതിയിൽ കൃത്യമായി നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൂളും അതേപോലെ തന്നെ മൊത്തം ഇരിഞ്ഞാലക്കുട നഗരസഭ മുഴുവനും വൃത്തിയാക്കാൻ ഞങ്ങളുടെ കുട്ടികൾ തയ്യാറാണ്. NSS കുട്ടികൾ തയ്യാറാണ്. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കുട്ടികൾ ഇരിഞ്ഞാലക്കുട നഗരസഭയുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ കൺവീനറുണ്ട്. മാത്രമല്ല ഇവരെ ജീവനക്കാർ, അവർക്ക് വളരെയധികം ഒരു അഭിനന്ദനം കൊടുക്കണം. കാരണം പലപ്പോഴും നമ്മൾ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ചോറും എല്ലാ വേസ്റ്റുകളും ഒരുമിച്ചിട്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അവർ പലപ്പോഴും സ്വന്തം കൈകളെ കൊണ്ട്, നഗ്നമായ കൈകളെ കൊണ്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു മാതൃകയാണ്, എല്ലാവർക്കും വരുന്ന മാതൃകയാണ്. നിങ്ങൾ കൃത്യമായി ബിന്നിലിട്ടാൽ അത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു മാതൃകയാണ് ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. അതിന് TCVക്ക് ഞങ്ങൾ അഭിനന്ദനം കൊടുക്കുകയാണ്. ഈ വാർത്ത എല്ലാവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി TCV കാണിക്കുന്ന ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ അഭിനന്ദനം നൽകുന്നു. ഞാൻ നമസ്കാരം, VHC വിഭാഗത്തിലെ പ്രിൻസിപ്പളാണ്. നേരത്തെ മാഷ് പറഞ്ഞ പോലെ തന്നെ വളരെ ശ്ലാഘനീയമായ പ്രവർത്തനമാണ് കുട്ടികളും കാണിക്കുന്നത്. അതുപോലെ നമുക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇവിടുത്തെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ സമയത്തുള്ള ഈ കമ്മിറ്റിയുടെ ഹരിസാറിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി വളരെ കൃത്യതയോട് കൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നമുക്ക് സാധാരണ എല്ലാ കമ്മിറ്റിയിലും നമുക്ക് കുട്ടികളുടെ കാര്യങ്ങൾ നമ്മൾ പല പല സ്കൂളിലേക്കാണ് എത്തിക്കുന്ന കുട്ടികളെ. പക്ഷേ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മുൻകൂട്ടി തന്നെ ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്തിട്ട് കുട്ടികളെ ഏതൊക്കെ സ്കൂളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. നമ്മൾ ആ കുട്ടികളെ അവിടെ എത്തിക്കുന്നു. ബാക്കിയൊക്കെ സാറ് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആയാലും മുനിസിപ്പാലിറ്റി ആയാലും ഈ കുട്ടികളുടെ പ്രവർത്തനം എല്ലാം വളരെ ശ്ലാഘനീയമാണ്. അതുപോലെ നേരത്തെ പറഞ്ഞ TCV ഇത് എല്ലായിടത്തേക്ക് എത്തിക്കുമ്പോൾ ഇത് ബാക്കിയുള്ളവർക്ക് കൂടി ഒരു പ്രേരണയാവും. ഇതുപോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എല്ലാവിധ ഭാഗങ്ങളും നേരുന്നു. ഞാനിവിടുത്തെ NSSൻ്റെ പ്രോഗ്രാം ഓഫീസറാണ്. അപ്പോൾ നമുക്കറിയാം ഇതൊരു പൊതു ഇടമാണ് അല്ലേ. ഈ പൊതു ഇടത്തിൽ ഒരുപാട് ഇങ്ങനെ പ്ലാസ്റ്റിക്കുകൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ കുട്ടികൾ വളരെ നല്ലൊരു പ്രവർത്തനമാണ്. കാരണം ഇവരോട് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ ഈ പറയുന്ന പ്ലാസ്റ്റിക്കുകൾ കൃത്യമായിട്ട് ആളുകളെ ബോധവൽക്കരിക്കുന്നു, ഇവർ സ്വയം ബോധവൽക്കരിക്കുന്നു. നമ്മളെല്ലാവരും കുറേയും കൂടിയും ഒരു പ്ലാസ്റ്റിക് വിമുക്ത കേരളമാക്കാൻ അല്ലെങ്കിൽ ഇന്ത്യ ആക്കാൻ, ലോകമാക്കാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രശംസനീയമായ രീതിയിലാണ് ഇവരുടെ ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. പല സ്കൂളുകളിൽ നിന്നുള്ള ഇരിഞ്ഞാലക്കുടയിലുള്ള പല സ്കൂളിൽ നിന്ന് കുട്ടികളും ടീച്ചേഴ്സും എല്ലാം ചേർന്ന് വളരെ ഭംഗിയായിട്ട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. ഞാൻ ഷാജു, പബ്ലിസിറ്റി കമ്മിറ്റിയുടെ ജോയിൻറ്റ് കൺവീനറാണ്. ഇവിടെ വന്നപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടു മാത്രം. അങ്ങനെ ഒരു ടീച്ചറും നമ്മുടെ കൂടെ ഉണ്ട്. ടീച്ചർ സ്കൂളിൽ തന്നെയാണോ? ഇവിടെ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ ടീച്ചറാണ്. വളരെ എഫക്റ്റീവായിട്ടെല്ലാം ഗ്രീൻ പ്രോട്ടോക്കോൾ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഇവിടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇത്രയും പേരല്ല, ഇതിനേക്കാൾ കൂടുതൽ പേര് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 22 വേദികളിലായിട്ട് നടക്കുന്ന ഈ ഒരു കലോത്സവം ഇത്രയും മനോഹരമാക്കാനായിട്ട്, ക്ലീൻ ആക്കാനായിട്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരോഗ്യ വകുപ്പുണ്ട്, അതുപോലെ ശുചിത്വ മിഷനുണ്ട്, സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഒരു അസോസിയേഷൻ ഉണ്ട്, അതുപോലെ പല പല വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളുണ്ട്. ഇത് ചെയ്യാനായിട്ട് ഹരിതകർമ്മസേനയുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധരായിട്ടുള്ള സ്കൂൾ കുട്ടികളുടെ ഒരു വോളണ്ടിയർ ടീമുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ കൃത്യമായിട്ടുള്ള പരിശീലനം കൊണ്ടും അവരുടെ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും ഒക്കെ തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത്രയും മനോഹരമായിട്ട് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇത് ശരിക്കും ഒരു മാതൃക തന്നെയാണ്. കലോത്സവത്തിന് മാത്രമല്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിലുടനീളം നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഒരു വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ധാരണ എല്ലാവർക്കും ഉണ്ടാവണം. അത് ഇതുപോലുള്ള കലോത്സവ വേദികളിൽ മാത്രമല്ല, നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണം. നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമാണെങ്കിലും വീണ്ടും വീണ്ടും പറയേണ്ട അവസരം നമ്മൾ പലപ്പോഴും ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മാലിന്യം എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് നമ്മൾ എല്ലാവരും സന്നദ്ധരായിരിക്കണം. അങ്ങനെ സന്നദ്ധരായിട്ടുള്ള ഒരു വലിയ ടീമിനൊപ്പമാണ് നമ്മൾ, അവരുടെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമ്മൾ എല്ലാവരും ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കണം എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.